ഹലോ നമസ്കാരം. തൊട്ടുമുട്ടാണ്. നമ്മളെ കുളിരാമൂത്തിലെ അപകടം ഷൂട്ട് ചെയ്ത് 5 മിനിറ്റ് ആയാലും അപ്പം തന്നെ നടന്ന നമ്മളെ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ നടന്നൊരു അപകടമാണ് കേട്ടോ. ഇത് അരീക്കോട് ഭാഗത്തു നിന്ന് മുക്കം ഭാഗത്തേക്ക് പോകുന്ന മിനി കണ്ടെയ്നർ ലോറി ഒരു നിയന്ത്രണം വിട്ട് ലോറിക്ക് ഇടിച്ചതിന് ശേഷം ഇതുപോലുള്ളൊരു എന്താ പറയുക ഇതുമേൽ ഇടിച്ച് നിൽക്കുകയാണ്. താഴോട്ട് ഒരു പകുതിയായിട്ടാണ് നിൽക്കുന്നത്. താഴോട്ട് ഏത് നിമിഷം പോകാവുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും എന്റെ മുക്കം സന്നദ്ധ സേന, എന്റെ നെല്ലിക്കാപറമ്പ് സന്നദ്ധ സേന, അതുപോലെ മുക്കം ഫയർഫോഴ്സ്, നാട്ടുകാര് അവരുടെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ കാരണം വണ്ടി വെട്ടിപ്പൊളിച്ചിട്ടാണ് ആ രണ്ടുപേരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടുപേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അരീക്കോട് ഭാഗത്തുനിന്ന് മുക്കം ഭാഗത്തേക്ക് പോകുമായിരുന്ന ഈ ഒരു ഐച്ചർ വാഹനമാണ് റോഡരികിലെ ഈ ബാരിക്കേഡ് മറികടന്ന് ബാരിക്കേഡിന് മുകളിലൂടെ ആയിട്ട് ഇടിച്ച് വാഹനത്തിൽ 2 ജീവനക്കാർ, ഡ്രൈവറും അതേപോലെ ഡ്രൈവറെ മറു സൈഡിലുള്ള ജീവനക്കാരനും കുടുങ്ങി കിടന്നിരുന്നത്. രണ്ടുപേരുടെയും കാൽഭാഗം പൂർണ്ണമായും ബോണറ്റ് അമർന്നുകൊണ്ട് കുടുങ്ങി കിടക്കുന്ന കണ്ടീഷനായിരുന്നു. എന്തായാലും മുക്കം ഫയർ സർവീസും നാട്ടുകാരും പോലീസും ഒക്കെ എത്തി നമ്മൾ ഹൈഡ്രോളിക് കട്ടറുകൾ, സ്പ്രെഡറുകളൊക്കെ ഉപയോഗിച്ചു സ്പ്രെഡ് ചെയ്തിട്ടാണ് രണ്ടുപേരെയും പുറത്തെടുത്തിട്ടുള്ളത്. വണ്ടി അല്പസമയം കൂടെ മുന്നോട്ട് ചലിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ താഴ്ചയിലേക്ക് ഏകദേശം 30 അടി 40 അടി താഴ്ചയിലേക്ക് മറിയുന്ന ഒരു കണ്ടീഷനായിരുന്നു. എന്തായാലും ആളുകൾക്ക് കാലുകിന് കാര്യമായ പരിക്കുണ്ട്. അവരെ നമ്മളെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ മേഖലയിൽ റോഡപകടം തുടർച്ചയാവുന്നുണ്ട്. ഇന്ന് അല്പസമയം മുമ്പ് ആണ് നമ്മൾ കുളിരാമുട്ടിയിൽ ഒരു ട്രാവലർ വാഹനം മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റത്. ആ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് നമ്മൾ ഫയർ സർവീസ് മുക്കം സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിയ ഉടനെ തന്നെയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. വാഹനം ഓടിക്കുന്നവർ വളരെ കരുതി മാത്രം വാഹനം ഓടിക്കുക, സൂക്ഷിക്കുക എന്നാണ് പ്രത്യേകം നിർദ്ദേശിക്കാനുള്ളത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അവസാനമായിട്ട് അവരെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അവസാനം അതിന്റെ വെട്ടിമുറിച്ച് ഒരു മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടിമുറിച്ചതിന് ശേഷമാണ് ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ അപകടങ്ങൾ നിരവധിയാണ് ഈ അടുത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിലവിൽ കാലിനും കൈക്കും നല്ല ഗുരുതര പരിക്കുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും KMCT ഹോസ്പിറ്റലിലേക്ക് ഇവരെ കൊണ്ടുപോയിട്ടുണ്ട്. താങ്കോട്ടെ